നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസം മുൻപിട്ട വീഡിയോയിൽ ഞാൻ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റെഗുലറായിട്ട് എടുക്കുന്ന ഭക്ഷണത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. സോ കറക്റ്റായിട്ട് പ്രോട്ടീൻ ഡയറ്റിൽ എങ്ങനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു, എങ്ങനെ ഫൈബർ റിച്ച് ആക്കുന്നു, എങ്ങനെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു, അതിനെങ്ങനെയാണ് ഞാനൊരു പ്രൊപ്പോർഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഞാൻ ഡെയിലി ഫോളോ ചെയ്യുന്നത്. പലരും പറയാറുണ്ട് ഡെയിലി ഒരു ഡയറ്റ് ചെയ്യുന്നത് ഭയങ്കര ബോറിംഗ് ആണെന്ന്. പക്ഷേ ഡെയിലി ഒരേ ഫുഡ് എടുത്താലും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏകദേശം ഡയറ്റിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഡെയിലി ഏകദേശം ഒരേ ഫുഡ് എടുത്താലും എനിക്ക് ബോറടിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഡയറ്റാണ്. അതിൽ ഞാൻ എങ്ങനെ എത്ര ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്നു, എൻ്റെ ഡയറ്റിൽ എത്ര ഫൈബർ ഇൻക്ലൂഡ് ചെയ്യുന്നു, എത്ര കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങളിത് ഫോളോ ചെയ്യണം എന്നല്ല, ഇത് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള എക്സ്പ്ലനേഷനാണ്. സോ ഒരുപാട് പേര് എൻ്റെ ഡയറ്റ് ചോദിച്ചതാണ്, അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒറ്റ വീഡിയോ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പൊതുവേ എൻ്റെ പ്രൈവറ്റ് ലൈൻസ് ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് മാമിൻ്റെ ഡയറ്റ് എന്ന്. സോ അങ്ങനെ ഒത്തിരി പേർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, മോർണിംഗ് എൻ്റെ റെഗുലർ റുട്ടീൻ എന്ന് പറയുന്നത് മുട്ടയും ഇതുപോലെ ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ ജ്യൂസസും സ്മൂത്തീസും ഒക്കെയാണ് എന്നുള്ളത്. സോ അത് തന്നെയാണ് എപ്പോഴും ഞാൻ എടുക്കുന്നത്. രാവിലെ എനിക്ക് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് പുട്ട്, ഇഡ്ഡലി, ദോശ, ഇതിനെ ഞാൻ ന്യൂട്രീഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഭാഷയാണ് കേട്ടോ. സോ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലി, പുട്ട് തുടങ്ങിയ ഭക്ഷണങ്ങൾ, ദോശ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറില്ല. പകരം മുട്ട, വെജിറ്റബിൾ, ഫ്രൂട്ട് സ്മൂത്തീസ് അടങ്ങുന്നതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോ 3 മുട്ടയാണ് ഞാൻ രാവിലെ കഴിക്കുന്നത്. അത് എൻ്റെ ബോഡിക്ക് ഓക്കെയാണ്. എൻ്റെ കൊളസ്ട്രോൾ ലെവൽ, എൻ്റെ ഷുഗർ ലെവൽ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫൈബർ റിച്ച് ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോഡ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ്. ലോഡ്സ് ഓഫ്, ദർ ഇസ് എ ലിമിറ്റ്, ബട്ട് ലോഡ്സ് ഓഫ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമാകുന്ന രീതിയിൽ ഫൈബർ റിച്ച് ആക്കുന്നതിന് വേണ്ടി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സ്മൂത്തി. എന്നും ഒരേ ഫ്രൂട്ട്സ് കൊണ്ടോ എന്നും ഒരേ വെജിറ്റബിൾസ് കൊണ്ടോ അല്ല ഞാൻ സ്മൂത്തി അടിച്ചു കുടിക്കുന്നത്. ഏതൊക്കെ ഫ്രൂട്ട്സും ഏതൊക്കെ വെജിറ്റബിൾസും എടുക്കാം എന്നുള്ളതും ഏതൊക്കെ ഞാൻ എടുക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉപയോഗിച്ചുകൊണ്ട് മോർണിംഗ് നിങ്ങൾക്ക് മാറ്റി മാറ്റി വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കാം. ഇതെടുത്തുകൊണ്ട് മോർണിംഗ് സ്മൂത്തി അടിച്ചു കുടിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. എന്നും ഫ്രൂട്ട്സ് അടിച്ചു കുടിക്കുകയോ എന്നും വെജിറ്റബിൾസ് അടിച്ചു കുടിക്കുകയോ എന്നും ഒരേ വെജിറ്റബിൾസ് സ്മൂത്തി ആക്കുകയോ എന്നും ഒരേ ഫ്രൂട്ട്സ് സ്മൂത്തി ആക്കുകയോ ചെയ്യരുത്. ഓക്കെ, സ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഒരിക്കലും രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഫ്രൂട്ട്സ് എടുക്കുന്നതോ ഫ്രൂട്ട് സ്മൂത്തീസ് എടുക്കുന്നതോ നിങ്ങളുടെ ബോഡിക്ക് ഓക്കെ അല്ല. നോ. എൻ്റെ ഡയറ്റിൽ ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ എടുക്കുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ല, പകരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്നുള്ളതാണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്നും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ ദ വൈറ്റ്സ് ആർ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, ഓൾ ദ ബ്രൗൺസ് ആർ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഏതൊക്കെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകൾ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദോശയുടെ അപ്പുറത്ത് അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം. ഉപ്പിട്ട് വേവിച്ച ചോറിന് പകരമായിട്ട് ഇപ്പോൾ കിൻവ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിൻവ വേവിച്ചതും ചിക്കൻ കറിയും എപ്പോഴെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? സോ അതൊക്കെ എൻ്റെ നോർമൽ ലഞ്ച് ഐറ്റംസിൽ പെടുന്നതാണ്. അതൊക്കെ കഴിച്ചു നോക്കുക, എന്താ ടേസ്റ്റ്. സോ ഇതൊക്കെ നമുക്ക് എത്ര സാധനങ്ങളാണ് കഴിക്കാനുള്ളത്. കോംപ്ലക്സ് ഇതൊന്നും റെഗുലറാണ്, എന്നും ഇതേ കഴിച്ചേ പറ്റൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് നമുക്ക് സദ്യ കഴിക്കാം, ഇടയ്ക്ക് നമുക്ക് ചോറ് കഴിക്കണം തോന്നുമ്പോൾ നല്ല ചോറും മീൻകറി, നല്ല മീൻ വറുത്തതൊക്കെ കഴിക്കാം. ഇത് റെഗുലറായിട്ട് ഡെയിലി എടുക്കുന്ന ഡയറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡെയിലി നിങ്ങൾ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ഫോർ എ ഹെൽത്തി ബോഡി, ഫോർ എ റെഡ്യൂസ്ഡ് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കണമെങ്കിലത്തെ കാര്യമാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. സോ വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് മോർ ഇൻക്ലൂഡ് ചെയ്യുക. ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ടും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് മോർ ഇൻക്ലൂഡ് ചെയ്യുക. സോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ലഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് റാഗി ചപ്പാത്തി എടുക്കാം, കിൻവ വേവിച്ചതെടുക്കാം, ഓട്സ് എടുക്കാം. ദർ ആർ ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ്. ചിക്കൻ കറി എടുക്കാം, നല്ല ഫിഷ് കറി. ഏതൊക്കെ ഫിഷിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങുന്നത് എന്നുള്ളതും ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള
ഫിഷുകൾ വേവിച്ച് കറി വെച്ചിട്ട് ലഞ്ചായിട്ട് എടുക്കാം. എന്നും വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നും വേവിച്ച് കഴിക്കുക, കറി വെച്ച് കഴിക്കുക. വെയ്റ്റ് റിഡക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി ബോഡി, ടോക്സിൻസൊക്കെ എലിമിനേറ്റ് ചെയ്തൊരു ഹെൽത്തി ബോഡി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേവിച്ച് കഴിക്കുക. എന്ത് ഭക്ഷണങ്ങളും വറുത്ത് കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങളെപ്പോഴും ഗട്ട് ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗട്ട് ഹെൽത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫേസിലും ആ ഒരു ഗ്ലോ കാണാൻ സാധിക്കും. നിങ്ങളുടെ തോട്ട്സിലും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ മൈൻഡിലും ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. ഭയങ്കര ക്ലെൻസ്ഡ് ആയിട്ട്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള തോട്ട്സുകൾ നമുക്ക് സംഭവിക്കണം. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഗട്ട് ഹാപ്പി ആയിരിക്കണം. അടുത്ത ഭക്ഷണം ലഞ്ചായിട്ട് എടുക്കുന്നത്, ഞാനിവിടെ ഓട്സ്, റാഗി ദോശ, ഇഷ്ടമുള്ള ദോശ, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗോതമ്പ് ദോശ, ഓക്കെ, ദോശയാണ് ഇൻക്ലൂഡ് ചെയ്യാറ്. ഇതേപോലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടുള്ള ഒരു ദോശ, ചിലപ്പോൾ 1.5 ദോശ, ഭയങ്കര വിശക്കുന്നുണ്ടെങ്കിൽ 2 ദോശ. പക്ഷേ അത് പ്രോട്ടീൻ 20 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ എനിക്ക് കിട്ടുന്ന രീതിയിൽ. ഇപ്പം നിങ്ങൾ 100 ഗ്രാം ചിക്കൻ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് 20 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കിട്ടും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ 3 മുട്ട എടുക്കുമ്പോൾ എനിക്ക് 20 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കിട്ടും. ഇപ്പോൾ ഈ ഡയറ്റിൽ ലഞ്ചിൽ 100 ഗ്രാം ചിക്കൻ എടുത്താലും എനിക്ക് 20 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കിട്ടും. എൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ച് എൻ്റെ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ ടോട്ടൽ വേണ്ടത് 60 ഗ്രാംസ് ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അതിൽ ലോട്ട്സ് ഓഫ് വെജിറ്റബിൾ വേവിച്ചത് ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഈ വെജിറ്റബിൾസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറച്ച് സാലഡ്സ് ഉണ്ടാക്കിയിട്ടെടുക്കും. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസായി പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തു. രാവിലെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? പ്രോട്ടീൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത ഭക്ഷണത്തിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലവർ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ഒന്നിച്ച് കട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരതിൻ്റെ കോൺസിക്വൻസസും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഉറക്കം കിട്ടൂല, എനർജി ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് തോന്നും, ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നതായിട്ട് തോന്നും, ഒരു കാര്യത്തിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഹെയർ ഫോൾ നല്ലോണം സംഭവിക്കുന്നുണ്ടായിരിക്കും. സോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്. നിങ്ങൾ ഷുഗർ കട്ട് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഷുഗർ കട്ട് ഡെഫിനറ്റ് ആയിട്ടും ചെയ്യണം, പക്ഷേ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചെങ്കിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ പറയും. ഓക്കെ, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകളുടെ പേര് ഞാൻ പറഞ്ഞു. റിപ്പീറ്റഡ് ആവുന്നുണ്ടോ ചിലതെങ്കിലും? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇനി നൈറ്റ് ഡിന്നറായിട്ട് ഞാൻ എടുക്കുന്നത് പലപ്പോഴും പലതാണ് എടുക്കുന്നത്, പക്ഷേ ഈ റെഗുലറായിട്ട് എടുക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് ഔട്ട്സൈഡ് പ്രോട്ടീൻ എടുക്കാറുണ്ട്. അത് ഞാൻ മുൻപും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എടുത്താൽ ഒരു 20 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ പ്രോട്ടീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓട്സ് കുതിർത്ത് വേവിച്ച് ഇതാണ് എടുത്തിരിക്കുന്നത്, ഒരു സ്കൂപ്പ്. 2 ഡേറ്റ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചൊരു സ്മൂത്തി ആക്കി ഇരിക്കുകയാണ്. പാലെടുത്തിട്ടുണ്ട്, ഹാഫ് വാട്ടറുമാണ്. ഇങ്ങനെ അടിച്ചെടുക്കുന്ന ഈ ഒരു സ്മൂത്തി രാത്രി കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ആണ്, സൂപ്പറായിട്ട് ഉറക്കം കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതായത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. രാത്രി നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ് എടുക്കാം. റെസിപ്പി നമ്മുടെ ഷോർട്സിലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്മൂത്തി വേറെ ഒരുപാട് ഡിഫറെൻറ്റ് സ്മൂത്തീസ് ഉണ്ട്, നമ്മുടെ റെസിപ്പീസ് ഉണ്ട്, നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. സൂപ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സൂപ്പുകളുണ്ട് നൈറ്റ് എടുക്കാൻ പറ്റുന്നത്. എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഫൈബർ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷൻ റിച്ചും പ്രോപ്പറായിട്ട് അത് എലിമിനേഷൻ സംഭവിച്ച് ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുള്ളൂ. സോ ഡൂ ദിസ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ലവ് യു, ബൈ.